ചോറിനൊപ്പം കഞ്ഞിടപ്പൊക്കെ കഴിക്കാൻ പറ്റിയ മാങ്ങ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. നല്ല മൂത്ത മൂവാണ്ട മാങ്ങയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ മാങ്ങ രണ്ടു വശവും ഇതുപോലെ ചെത്തിയിട്ട് എടുക്കുക. പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആ ഉപ്പ് ഇട്ട വെള്ളം നല്ലപോലെ തിളയ്ക്കുമ്പോൾ നമ്മുടെ ഈ നുറുക്കി വെച്ചിട്ടുള്ള മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ 10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മാങ്ങ അതിൽ നിന്ന് വാർത്ത് മാറ്റി വയ്ക്കാം. ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, വെള്ളം കളയണ്ട. പിന്നെ ഒരു ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് കടുകും. ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കൊരു പിടി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 സ്പൂൺ മുളക് പൊടി, പിന്നെ 2 വറ്റൽമുളകും കറിവേപ്പിലയും. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള മാങ്ങ ഉണ്ടല്ലോ, ആ മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കായംപൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ല പോലെ ഒന്ന് സെറ്റായിട്ട് വരട്ടെ. ഒന്ന് ആ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ട് കേട്ടോ. അടിപൊളി ആയിട്ടാണ്, എല്ലാവരും ട്രൈ ചെയ്യണേ.